സെൻറ്റിന് 22,000 രൂപ. നമ്മളെ പുൽപ്പള്ളിയാണ്. പുൽപ്പള്ളി അടുത്താണ് സ്ഥലം കിടക്കുന്നത്. കേണിച്ചിറ അടുത്താട്ടോ. കേണിച്ചിറയ്ക്ക് ആകെ 6-7 കിലോമീറ്ററേ ഉള്ളൂ. പുൽപ്പള്ളിക്ക് 3-4 കിലോമീറ്ററേ ഉള്ളൂ. ടാറിംഗ് റോഡ് ഫ്രണ്ടേജ് 20 മീറ്ററോളം ഫ്രണ്ടേജ് ഉണ്ട്. നല്ല ലാൻഡാണ്, നല്ല നിരന്ന ലാൻഡാണ്. ഫ്രണ്ടിൽ നല്ല ഫോറസ്റ്റിൻ്റെ ഒരു അന്തരീക്ഷമുണ്ട്. അത് വലിയ ഫോറസ്റ്റ് അല്ല കേട്ടോ, അവിടെ ചെറിയ ഫോറസ്റ്റ് വരുന്നുണ്ട്. അപ്പോൾ ഹോം സ്റ്റേ ഒക്കെ ചെയ്യാൻ താല്പര്യമുള്ള ഒരുപാട് ആൾക്കാർ നമുക്ക് വിളിക്കുന്നുണ്ട്. എന്നാൽ അത്യാവശ്യം ജനവാസമുള്ള ഏരിയയാണ്. പക്ഷേ നമ്മളെ സ്ഥലത്തിൻ്റെ അടുത്ത് നല്ല പ്രൈവസി ഉണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ലാൻഡാണ്. അപ്പോൾ താല്പര്യമുള്ള ആൾക്കാർ വിളിക്കുക. വീഡിയോ കണ്ട് പോകുന്ന ആൾക്കാരൊന്ന് ലൈക്ക് ചെയ്ത് വിട്ടേക്കട്ടോ. നമ്മളിപ്പോൾ ലാൻഡിലോട്ട് പോകുന്ന വഴിക്കാട്ടോ, ഈ റോഡ് സൈഡിൽ തന്നെയാണ് ലാൻഡ് ഉള്ളത്. അത്യാവശ്യം നിങ്ങൾ സൈഡിൽ വീടുകൾ കാര്യങ്ങളൊക്കെ കാണുന്നുണ്ടാവും, ഷോപ്പുകളൊക്കെ ഉണ്ട്. അത്യാവശ്യം ജനവാസമുള്ള ഏരിയയാണ്. ലെഫ്റ്റ് സൈഡ് ഫോറസ്റ്റാണ്. ഫോറസ്റ്റ് പറഞ്ഞാൽ വലിയ ഫോറസ്റ്റ് അല്ല, മുത്തങ്ങ പോലെയൊന്നും അത്ര വലിയ, ചെറിയൊരു പോർഷൻ ഈ ഒരു ഭാഗത്തുണ്ട്. നിങ്ങൾ കാണുന്നുണ്ടാവും, ഷോപ്പുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. ലാൻഡ് എത്താനായിട്ടുണ്ട്. അപ്പം ഈ ഭാഗത്താണ് ഇത്. നമ്മൾ ഈ കേണിച്ചിറയിൽ നിന്ന് ഒരു 8 കിലോമീറ്റർ മാറിയിട്ടാണ് ഈ സ്ഥലമുള്ളത്. ഒരു 1-2 കിലോമീറ്റർ മാറിക്കഴിഞ്ഞാൽ ബസ് റൂട്ടൊക്കെ ഉണ്ട് കേട്ടോ. നമ്മൾ ഏതാണ്ട് ലാൻഡിലെത്തി. ഇപ്പം ഞാൻ വണ്ടിയിൽ നിന്ന് പുറത്തിറങ്ങിയിരിക്കുകയാണ്. ഈ റോഡാണ്. ഈ ഫ്രണ്ട് ഇങ്ങനെയാണ്. ഇങ്ങനെയുള്ളൊരു ഫോറസ്റ്റ് ആംബിയൻസ് ഉള്ള സ്ഥലങ്ങൾ ഒരുപാട് ആൾക്കാർ നമ്മുടെ അടുത്ത് എൻക്വയറി ചെയ്യാറുണ്ട്. റിസോർട്ടിനൊക്കെ പറ്റും. നല്ല പ്രൈവസി ഉള്ള ഏരിയ ആണ്. ഇനി അല്ലാതെ നമുക്കത് വാങ്ങിച്ചിടാൻ പറ്റുന്നത് നല്ലൊരു ലാൻഡാണ്. കാരണം അത്ര വിലയെ വരുന്നുള്ളൂ. സെൻറ്റിന് 22,000 രൂപ. ഞാൻ ഈ സൂം ചെയ്യുന്നിടത്ത് മുതൽ ലാൻഡ് തുടങ്ങുകയാണ്. 20 മീറ്റർ ഈ ടാറിംഗ് റോഡ് ഫ്രണ്ടേജ് കേട്ടോ. 20 മീറ്റർ ഈ ടാറിംഗ് റോഡ് ഫ്രണ്ടേജാണ് വരുന്നത്. വെള്ളത്തിനൊന്നും ഒരു ബുദ്ധിമുട്ടില്ല കേട്ടോ. കിണർ ഒഴിച്ചാൽ വെള്ളം കിട്ടുന്നൊരു ഏരിയ ആണ്. അങ്ങനെ ഡ്രൈ ആയിട്ടുള്ള ഏരിയ ഒന്നല്ല. അപ്പോൾ നമ്മൾ ലാൻഡിലോട്ട് ജസ്റ്റ് എൻ്റർ ചെയ്യാണ്. ഈ ഇല്ലി ഒക്കെ ഈ ലാൻഡിലുള്ളതാട്ടോ. നമുക്ക് വല്ല ടൂറിസം പ്രൊജക്റ്റും ചെയ്യുകയാണെങ്കിൽ അതൊക്കെ ഉപകാരപ്പെടും. ഇല്ലെങ്കിൽ നമുക്ക് വെട്ടിക്കളയാം. ഇത് ചെറുതായിട്ട് മഞ്ഞൾ അങ്ങനെയുള്ള കുറേ സാധനങ്ങളൊക്കെ നട്ടിട്ടുണ്ട്. കാര്യമായിട്ട് കാപ്പി ഇല്ല. കാപ്പി ഉണ്ടായിരുന്നു, ഇവരത് ഒഴിവാക്കിയാണ് കുറേ മുന്നേ. അപ്പം കുറച്ച് കവുങ്ങ് കാര്യങ്ങളൊക്കെ ഉള്ളൂ. കുറച്ച് മരങ്ങൾ താഴോട്ടുണ്ട്. ഇവിടെ ഇവർ ഇഞ്ചി എന്തോ നട്ടിട്ട് കുറേ മരങ്ങളൊക്കെ മുറിച്ച് ഒഴിവാക്കിയിട്ടുണ്ട്. ഇവിടെ അത്യാവശ്യം നല്ല റേറ്റുള്ളൊരു ഏരിയയാണ്. നിങ്ങൾ വന്ന് അന്വേഷിച്ചാൽ മനസ്സിലാവും. ഇത് ചെറിയൊരു എമർജൻസി ഉണ്ട്, അതുകൊണ്ടാണ് ഈ വിലയ്ക്ക് വിൽക്കുന്നത്. തുറന്നു പറയാം, അത് കാര്യമായിട്ട് നെഗോഷ്യബിളും അല്ല. ആ വില ഞാനിട്ടത് കാര്യമായിട്ട് നെഗോഷ്യബിളും അല്ല. അപ്പോൾ അത് കണക്കാക്കിയിട്ട് നിങ്ങൾ വരണം. ജസ്റ്റ് വാങ്ങിച്ചിടുകയാണെങ്കിൽ എങ്ങനെ പോയാലും ഇപ്പോഴത്തെ മാർക്കറ്റ് വെച്ചിട്ട് തന്നെ നമുക്കതൊരു ലാഭമുള്ളൊരു ബിസിനസ്സാണ്. നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാം. കൃഷി ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് അങ്ങനെ ചെയ്യാം. ഇനി വല്ല ചെറിയ ഒരു വീടുണ്ടാക്കണം താല്പര്യമുള്ളവർക്ക്, പ്രൈവസിയുള്ള ഏരിയയിൽ ഒരു വീടെടുക്കണം, ഹോളിഡേ ഹോമൊക്കെ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ചെയ്യാം. കവുങ്ങ് ഒരുപാടുണ്ട് കേട്ടോ. ഒരുപാട് കവുങ്ങുണ്ട്. അത്യാവശ്യം 1-2 തെങ്ങൊക്കെ ഉണ്ട്. അങ്ങനെയുള്ളൂ. ഇത് നിലവിൽ വലിയ വരുമാനമുള്ള സ്ഥലമൊന്നുമല്ല. അങ്ങനെ കണക്കൂട്ടിയിട്ട് വരണ്ട. നല്ല നിരപ്പാട്ടോ ലാൻഡിന് വലിയ ചെരുവൊന്നുമില്ല. ചെറിയൊരു സ്ലോപ്പിൽ താഴെ വരെ പോകുന്നുണ്ട്. അങ്ങനെയൊക്കെയാണ് ഈ ലാൻഡ് കിടക്കുന്നത്. പിന്നെ അത്യാവശ്യം നമുക്ക് പുൽപ്പള്ളി ടൗൺ, എനിക്ക് തോന്നുന്നൊരു 3 കിലോമീറ്റർ അടുത്താണ് പുൽപ്പള്ളി ടൗൺ വരുന്നത്. തൊട്ടടുത്ത് ടൗൺ ഉണ്ട്. ഏതാണ്ട് ഇവിടം വരെ വരും. 1 ഏക്കർ ഭൂമി, 20 മീറ്റർ ഫ്രണ്ടേജിൽ, ഏതാണ്ട് ആ ഒരു വീതി തന്നെയാണ് ലാൻഡിനുള്ളത് കേട്ടോ. കുറേ കവുങ്ങ് കാര്യങ്ങളൊക്കെ ഉള്ള ഒരു ഭൂമിയാണ്. ഇത് ഏതാണ്ട് ഇവിടം വരെ നമുക്കിതിൻ്റെ ആ ഒരു മരം നിങ്ങൾ കാണുന്നുണ്ടാവും. അവിടം വരെ നമുക്ക് ഇതിൻ്റെ ബാക്ക് സൈഡ് വരുന്നുണ്ട്. അതിൻ്റെ അപ്പുറത്ത് ചെറിയൊരു കുളം പോലത്തെ ഒരു സാധനം ഉണ്ട് കേട്ടോ. ഈ പറമ്പിലല്ല. അത് കണ്ടാൽ തന്നെ അറിയാം വെള്ളം ഫുൾ ടൈം അവൈലബിൾ ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ലാൻഡ് വരുന്നത്. സെൻറ്റ് വില 22,000 രൂപയാണ്. 1 ഏക്കർ ലാൻഡാണുള്ളത്. കേണിച്ചിറ ഭാഗത്താണ് ലാൻഡ്. റോഡ് സൈഡാണ്. നമുക്കൊരു 2 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ ബസ് റൂട്ട് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഇങ്ങനെയുള്ള ലാൻഡ് വാങ്ങിക്കാൻ താല്പര്യമുള്ള ആൾക്കാർ എന്ത് ചെയ്യുക, ഈ നമ്പറിൽ വിളിക്കുക. നമ്മൾ വീഡിയോ കാണുന്ന ആൾക്കാരൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ. കാരണം നമ്മൾ വല്ലപ്പോഴും വീഡിയോ ചെയ്യുന്നതുകൊണ്ട് റീച്ച് കുറച്ച് കുറവുണ്ട് ഇപ്പം നിലവിൽ. നിങ്ങളൊന്ന് ലൈക്ക് ചെയ്താൽ മാത്രമേ അത് മുന്നോട്ട് പോവുള്ളൂ. നമ്മൾ വീഡിയോ ഇടുന്നത് ഇച്ചിരി അത്യാവശ്യം ഗ്യാപ്പ് ഇട്ടിട്ടാണ്. അപ്പം ഈ ഒരു ലാൻഡ്, നിരപ്പുള്ള ലാൻഡ് താല്പര്യമുള്ള ആൾക്കാർ എന്ത് ചെയ്യുക, നമ്പർ കൊടുക്കുന്നുണ്ട്, അതിൽ വിളിക്കുക. നമുക്ക് എന്ത് ചെയ്യുക, നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം.